ഇത് പ്രോ കുക്ക് പ്രോ. അർജുൻ ഡൊനേറ്റഡ് 40 രൂപ ഗൂഗിൾ പേ. മമ്മൂസ കുക്കിംഗ് വ്ലോഗ്. മൈദ എടുക്കും. എല്ലാരും ഡബ്ല്യൂ മമ്മു ഇടണം. ഡബ്ല്യൂ മമ്മു അടുക്കളയിൽ അതാ മൈദ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്ന് പൊട്ട ചെപ്പോരാ നശിപ്പിച്ച് മേക്ക നിന്നെ ശരിക്കും പഠിക്കാരനൊക്കെ ഇപ്പൊ നിന്നെ വിളിച്ചു കേട്ടാ ഫ്ലവറിനാണ്. ഞാനല്ല ഓലല്ലേ നീ തന്നെ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാക്കും. കാര്യം പറഞ്ഞ എന്തായാലും പറഞ്ഞു ചെക്കന്റെ ഫുഡ് മുത്തേ പ്രൊഫഷണൽ കുക്കാ. കാര്യം പറഞ്ഞ അച്ഛൻ ഇന്ന് ഉച്ചക്കത്തെ കഴിച്ച അടിപൊളി സെറ്റ് കിടിലം പോലത്തെ ബീഫ് മുത്ത കിടിലം ബീഫും ചോറും ഉച്ചക്ക് ഉണ്ടാക്കി മോനെ ഏത് ടേസ്റ്റ് അറിയാം. കാര്യം പറയാ അവിടെ ഉച്ചക്കത്തെ ബീഫ് തന്നെ രാത്രിയും കറി വെക്ക്. പിന്നെ പൂരിയും ബീഫ് ആണെങ്കിലും ഇന്ന് കറി നമുക്ക് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചായനെക്കാളും ഒരു 10-20 വയസ്സ് കുറവാണ് ചെക്കന്. പക്ഷെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള പോലെ ചെക്കൻ കുക്ക് ചെയ്തു. അപ്പൊ പണ വേണ്ട ചെക്കൻ കഴിക്കാൻ തന്നാ മതി. ആക്കുന്ന കാണിക്കട്ടെ. ആക്കുന്ന ക്യാമറ എത്തൂല അല്ലെങ്കിൽ കാണിക്കായിരുന്നു. ഇതിലെ ക്യാമറ ഇട്ടു. ഒരു പ്ലേറ്റ് എടുക്കൂ. ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്ന കപ്പല് എങ്ങനെ ഉണ്ടായ മാനേജറാ ഇത്? ഇതാവുന്നില്ലല്ലോ. ന്യൂ കുക്കിംഗ് ക്യാമ ആഡ് ചെയ്താ അല്ല ആഡ് ചെയ്യണോ? നമ്മളെപ്പം കുക്ക് ചെയ്യോ? അങ്ങനെയാണ് ആഡ് ചെയ്യാം. എപ്പം കുക്ക് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പൂരി എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പാത്രത്തിലേക്ക് അച്ഛൻ ടേസ്റ്റ് ചെയ്തിട്ട് എണ്ണന് സീനില്ലാന്ന് പറഞ്ഞു. അവിടെ ഇതില് പീസിൽ ഏതാടാ കണക്ട് ചെയ്തിട്ടുള്ള? കേരളാശ്വരം രണ്ടൊന്നും മാറ്റി കുത്തിയില്ല. Basit Zain donated 40 രൂപ through Google Pay. Search Raps ne 3 DJ Mubarak on YouTube. അല്ല ഇത് എന്റെ ഫോണിന്റെ ക്യാമറ വെച്ചാ അവിടെ കാണുന്നുണ്ടോ നമുക്ക്? നിനക്ക് ടേസ്റ്റ് നോക്കാൻ എല്ലാരും ഒന്നിച്ച ടേസ്റ്റ് നോക്കും. ആക്കട്ടോ ഉണ്ടാക്കട്ടെ. കുണ്ടി എടുത്ത് ഈ തിളച്ച നിന്റെ കൈ നോക്കി നോക്കട്ടെ. ഷേപ്പ് ഷഡ്ഡി പോലെ പൂരി. ഇത് റൗണ്ട് അല്ലല്ലോ. ഇങ്ങനെ ഷഡ്ഡി പോലത്തെ പൂരി. എന്താ പൂരിന്റെ ഷേപ്പ് ഷഡ്ഡി പോലെടാ. ഓ ക്യാമറ പോയ അതിന്റെ അടുത്ത്. ഓ ഇത് സംഭവമില്ലേ? ദൂരം പോയി കഴിഞ്ഞാൽ പോവോ? അല്ല ദൂരത്തിന്റെ അല്ല. ദൂരം പോകുന്നുണ്ടോ? ക്യാമറ പോകുന്നുണ്ടോ? നോക്ക്. ഇവൻ പെണ്ണാണോ എന്ന് പലരും എനിക്ക് മെസ്സേജ് അയച്ചു. ഇവൻ പെണ്ണാന്ന് നമുക്ക് സംശയം ഉണ്ട് കേട്ടോ. ഇനി മറ്റേ ഏതോ സിനിമയിലെ വിനോദയാത്രയിലേറ്റവും ഏതോ സിനിമയിലെ ഒരു പെണ്ണ് ആണാൻ വേണ്ടിട്ട് ആൺവേഷം കെട്ടിട്ട് വന്നിട്ട് പണിയെല്ലാം എടുക്കുന്നുണ്ട്. ആശാരി പണിയെല്ലാം എടുക്കുന്നുണ്ട്. ഏതോ കുണ്ണ എന്തെങ്കിലും ആട്ടെ. അങ്ങനെ ഇവന് പണി കിട്ടാൻ വേണ്ടിട്ട് ഏതോ പെണ്ണ് വന്നിട്ട് ആൺവേഷം കെട്ടിട്ട് നിക്കുന്നതാണ് നമുക്ക് സംശയം ഉണ്ട്. നമുക്ക് പേടിയുണ്ട് സത്യം പറഞ്ഞ. ഒന്ന് ഊരി നോക്കാണ്. അതെ
അവിടെ കരിഞ്ഞ് 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 എൽ കുക്ക് എൽ കുക്ക് എൽ കുക്ക് കരിഞ്ഞ് 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 എൽ കുക്ക് എൽ കുക്ക് എൽ കുക്ക് കരിഞ്ഞാല് ടേസ്റ്റ് ഉണ്ടോ? ആ കരിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവും. എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. എന്നായത് Naseem KV donated 40 രൂപ through Google Pay. Mammo love shape പൂരിയാക്ക്. മമ്മു ലവ് Love shape പൂരിയാക്ക്. ലവ് ഷേപ്പ് പൂരിയാക്കാൻ പറയുന്നത്. ആക്കി തരാം. നോക്കട്ടെ നോക്കട്ടെ. സംഭവം നല്ല ഉക്കാ. നമ്മള് ക്യാമറയെല്ലാം കൊണ്ട് അടുത്ത് പോയിക്കൊണ്ട് ചെക്കനെ ആൻസൈറ്റി അടിച്ച് ഊമ്പി പോയതാണ് സംഭവം. കഴിഞ്ഞു പോയതാണ്. ആ ശരിയായ ടോപ്പ് ടയർ ഷെഫാണ് ശരിയായ. കരിഞ്ഞ പിന്നെയും കരിഞ്ഞ നോട്ടെ. അല്ല ഇവരെന്താ കരിഞ്ഞ കുക്കെല്ലാം ഇതെന്ത് പുണ്യാണെങ്കിൽ ആക്കുന്നടാ. ഈ കുക്കാവുമ്പോ കരിയും നല്ലതാവും. അങ്ങനെയല്ല കുക്കിന്റെ ഒരു ഇത്. പിന്നെ കുക്കിന്റെ അത് എന്നെ പറഞ്ഞപ്പോ താങ്ങിയല്ലേ കുക്കിന്റെ ഇത്. ആഹാ ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാന്ന്. അല്ല അവിടെ നീ ഞാൻ പഠിപ്പിച്ചോളൂ എങ്ങനെയാണ്. കൊറേ കാലം പൊറോട്ട അടിക്കാറുണ്ട്. പഠിപ്പിക്കുന്നേ ഇത് മറ്റേ ഇത് മറ്റേ ബാഹുബലിക്കകത്ത് അമ്പയ്യാൻ പഠിപ്പിച്ചതല്ലേ ഇത്. ഇതിപ്പോ പീഡനം. ഗൈസ് ഇതിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവ എന്തൊക്കെയോ ആക്കി കൂട്ടുന്നുണ്ട്. ദൈവത്തിനറിയാം ഇതിന്റെ ഉദ്ദേശം എത്രയാണെന്നുള്ളത്. നാട്ടുകാരുടെ തെറി മൊത്തം എനിക്ക്. പൂരി ഉണ്ടാക്കിയത് അവനും പൊടി പറ്റിയത് എനിക്ക്. കൈ കൈ അല്ലത് വെച്ചേക്കണ നോക്കി അതിനല്ലേ പറഞ്ഞത്. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെയും എടാ എന്തോ ഒന്ന് വെക്കാൻ പറഞ്ഞോണ്ട് പിള്ളേര്. ഇവിടെ മഴവില്ലൊക്കെ വന്നിട്ടുണ്ട്. നീ ഒന്ന് അവിടേക്ക് പോരെ. അല്ല ഞാൻ ചെയ്യുവാ. പൂരിയാക്കോ ഇതൊന്ന് ശല്യം. ഓൻ ചെയ്യാത്ത പണിയില്ലെന്ന് പണ്ട് കൊറേ ചെയ്ത വെച്ചാലോ. ഇവിടെ PSY പാട്ട് ഏതാടാ? സൈപ്പാട്ട് അത് വെക്ക്. നല്ല ആയിരിക്കും. ഇതിന് ബാക്ക്ഗ്രൗണ്ട് വെച്ചേട്ടാ. സൈപ്പാട്ട് ആദ്യത്തേക്കാണ് ബിജു പിടിച്ച സിറ്റുവേഷനായിട്ട് ഒരു ബാച്ചില്ലാത്ത പാട്ടൊക്കെ പറയുന്നത്. അച്ചായ ആ ഇതെന്തെന്ന്? ആ? അച്ചായ ആ ഇതെന്താ സാധനം? അവനാ പൊറോട്ട പൊറോട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നീ തീ ഒന്ന് കുറച്ച് വെച്ചാലോ ഞാൻ. കത്തിക്കോ നീ വീട്. ഇത് എന്താ സാധനം? ഇതെന്താ സംഭവം? ഇങ്ങനെ പൂരിയാ? Guys, ഇത് ഷഡ്ഡി ഇത് ഊരി. നോക്കൂ. ഇങ്ങനെ ഓടി. അത് ചട്ടിയാണ് ഉണ്ടാക്കിയേക്കണത്. സത്യമായിട്ട് പറയാൻ ചട്ടിയാണത്. പൂരിയല്ലത്. എന്റെ കൈ വയ്യാത്ത നോക്ക്. ഇതെന്റെ കൈ വയ്യാണ്ട് ഞാൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെയല്ലേ വരുവാ. ഓക്കെ ആണ്. അത്യാവശ്യമായിട്ട് തിന്നാൻ പറ്റും. ആക്കിയോ തിന്നാലും പറ്റും. അല്ലെങ്കിൽ തിന്നാൻ തിന്നാൻ പറ്റും. കാര്യം പറയാം. ജട്ടി പോലെ ആയത് എന്തെല്ലാം. പിന്നെ അകത്ത് പോകാനുള്ള പരിപാടിയിലാണ്. നീ പുറകിലോട്ട് മാറിക്കാൻ. ഗൈസ് മഴവില്ലിടണ്ട. അവനവിടെ കുക്ക് ചെയ്തോണ്ടിരിക്കുക. ദൈവമേ പിന്നെ ഫ്രണ്ടിൽ പഠിപ്പിച്ചാ മതി. എനിക്കിതൊന്നും കാണാതെ മഴവില് എനിക്ക് വെക്കാൻ പറ്റില്ല. ഡാർക്ക് ബ്രൗൺ ആണ്. ആദ്യം നീ എടുക്കണം. എടാ ഞാൻ അച്ഛാന്റെ പൂരി നോക്ക്. ജട്ടിപ്പൂരി. ഇത് പൂരിയല്ല, ഇത് ജട്ടി ഊരി. മോൻ ഉണ്ടാക്കിയ സൂപ്പർ ആയിരിക്കും. അതിനകത്ത് ഇപ്പൊ ആരും ഒന്നും പറയണ്ട കേട്ടല്ലോ. ഇനി മാക്ക് ഒരു പൂരി ഉണ്ടാക്കി. മാക്ക് ഒരു പൂരി ഉണ്ടാക്കി. മാക്കിന്റെ പൂരി ആർക്കും വേണം. മധുപതി വെക്ക്. മധുപതിയാ
എൽ മമ്മു കഫം നീ വിഴുങ്ങരുത്, തുപ്പിക്കൊള്ളണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത് മറന്നുപോയെന്ന്? പോലീസ് കേസ് പീഡൻ. ഞാൻ രോഗിയാണ്, എന്നെ പിടിക്കൂല. രോഗികൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാം. എക്സ്ക്യൂസ് ഉണ്ട്. പൂരി അച്ചായന്ന പൂരി അച്ചായൻ പൂരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടാക്കും പൂരി ഉണ്ടാക്കും. അച്ചായൻ പൂരി ഉണ്ടാക്കും. മാക്കിന്റെ പൂരി അത് ലവ് ഷേപ്പ് അല്ല, അത് ലൈവ് ഷേപ്പ് അല്ല. അച്ചാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനെ അച്ചാൻ ഉണ്ടാക്കി. പൂരി ലവ് ഷേപ്പിലുള്ള പൂരി കാണും. ലവ് അല്ല, അത് മത്തങ്ങയാ. ഇല പോലെ ഉണ്ട് അച്ചായന്റെ അണ്ടി ഇങ്ങനെ. അച്ചായന്റെ അണ്ടി ഈ ഷേപ്പാണ്. ഇത് സത്യം പറയുന്നത് അച്ചായന്റെ അണ്ടി ഇങ്ങനെയാണോ? ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളന്ന് 1 വീക്ക് ട്രിപ്പ് പോയില്ല, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അച്ചായന്റെ അണ്ടി പോലെ ചപ്പിളിച്ചുള്ളിക്ക് ഇങ്ങനെ. ഞാൻ കാണിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ട് ആ റൂമിൽ നിന്ന് കണ്ട അച്ചായ. അച്ചായൻ പോലീസിൽ എന്ത് പോസ്റ്റ് ആയിരുന്നു നോക്കുന്ന? SI ആയിരുന്നല്ലോ ലാസ്റ്റ്. 3 കൊല്ലം SI ആയിരുന്നു. 16 കൊല്ലം അല്ല എങ്ങനെയായിരുന്നു? 16 കൊല്ലത്തെ സർവീസ് ഉണ്ട്. 16 കൊല്ലം സർവീസ് ഉണ്ട്. ലാസ്റ്റത്തെ 3 കൊല്ലം SI ആയിരുന്നു. ചുമ്മാ തീട്ട കേസല്ല ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ആള് വേറെ അത്. നീ അത് ഊമ്പിക്കാണെന്ന ഏത് എന്ത് ഊമ്പിക്കാണാൻ? പൂരിയാ? പൂരി എന്തിനാണ് ഊമ്പുന്നത്? റെസ്പെക്ട് ഫുഡ് ബ്രോ. അതാ റെസ്പെക്ട് ചെയ്യാൻ. പിന്നെ നമ്മള് തിന്നാൻ പോയത്. പിന്നെ എന്ത് അതിന്റെ കൂടുതൽ എന്താ റെസ്പെക്ട് ഉള്ളത്? കാണിച്ചടാ, കാണിച്ചേ. അതെന്ത് സാധനം? ഭീമാ ജ്വല്ലറിയിൽ നെക്ലസ് വെച്ചേക്കണ പോലെ, ഭീമാ ജ്വല്ലറിയിലെ നെക്ലസ് പോലെ പൂരി ഉണ്ടാക്കി വെച്ചേക്കണം. അതൊരു ലവിന്റെ ഊട്ടമുള്ളതാ. ലവ് വന്നത് മനസ്സിലായോ? പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ എനിക്ക് നല്ല ചുമ വരുന്നുണ്ട് ഇവിടുത്തെ പുക കാരണം. പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം. റീസൺ ഫോർ ബ്രേക്കപ്പ്? സോറി ബ്രദർ, I can't say. Okay, I can't say. നമ്മളങ്ങനെ ഇരുന്ന് ഒരാളെ ട്രാഷ് ചെയ്യല്, അയാൾ നമ്മളെ ട്രാഷ് ചെയ്യല്, അതല്ല. നിങ്ങൾ സാധാരണ ഞാൻ കണ്ട റിലേഷൻഷിപ്പ് പോലെ അല്ലേ ഇത്? ഓക്കെ, അങ്ങനത്തെ ആ ട്രെൻഡ് നമുക്കില്ല. ഇത് നമുക്കുള്ളിലുള്ള നമ്മളുള്ളിൽ തന്നെ അലിഞ്ഞു തീരും, രണ്ടാളത് ഉള്ളിൽ. ഓക്കെ, അതവിടെ തീർന്നു. ആ കേസ് അവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതൊന്നും ഇനി വേണ്ട. ഓക്കെ, ഇന്ത്യ വൺ വേൾഡ് കപ്പ് അവിടെ ഞാൻ കളി കണ്ട് എന്ത് ആടെ ഈ ക്രിക്കറ്റിനൊന്നും ഇതില്ലേ അല്ലെ? ക്രിക്കറ്റിനൊരു അല്ലെ അവിടെ ഹോസ്പിറ്റലിൽ ഇത് സ്ക്രീനിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കും ഒരു ഇതുമില്ല. മീൻസ് ആ കാണുന്ന TV-യിൽ കാണുന്നവർക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേഡിയത്തിലുള്ളവർക്കും ഒരു ആവേശവും ഇല്ല അല്ലെ? അത്രയും വലിയൊരു മാച്ച്, അത്രയും അല്ലെ? 17 വർഷത്തിന് ശേഷം കപ്പടിച്ചിട്ട് ആർക്കും ഒരു ആവേശവും ഇല്ല. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരെ കയറിപ്പോ. ഞാൻ കപ്പെടുക്കുന്നവരെ കണ്ടില്ല, അപ്പോഴേക്കും ചാനൽ മാറ്റിയത്. അതൊക്കെ കപ്പെടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം. നമ്മൾ കണ്ടില്ല കപ്പെടുക്കുന്നൊന്നും. നോർമൽ ഫ്രണ്ട്ലി മാച്ച് പോലെ ഇങ്ങനെ ഓക്കെ കൈയെല്ലാം കൊടുത്തിട്ടുണ്ട് കയറിപ്പോന്നു. ഇതെന്ത്? ഞാൻ വെച്ചാൽ മാച്ച് മാറിപ്പോയാന്നാ ഞാൻ ആലോചിച്ച്. എന്താ സംഭവം ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെ. തൊപ്പി എന്താ അണ്ടി വായിൽ കേറി? നാളെ മോനെ നിന്റെ എല്ലാം അന്ത്യ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ. നാളെ ആവുന്നതാണ് എന്റെ പ്രതീക്ഷ. നാളത്തേക്ക് ഇതൊന്ന് കുറയും. എൻ്റെ ബാക്കിയെല്ലാം കുറഞ്ഞു. എൻ്റെ ഇൻഫെക്ഷൻ എല്ലാം പോയി. ചെസ്റ്റ് ഇൻഫെക്ഷൻ കുറഞ്ഞ്, പനി കുറഞ്ഞു, എല്ലാം കുറഞ്ഞു. എൻ്റെ ഈ ടോൺസിലൈറ്റീസ് ഉണ്ടല്ലോ ഇതൊന്ന് കുറഞ്ഞോട്ടെ. ഇപ്പം എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റൂല. ഒന്ന് കുറഞ്ഞോട്ടെ. ഇത് കാണിച്ചാ ഓക്കെ.
അച്ചായ ലൗച്ചിനെ ആക്കിയിട്ടുണ്ടല്ലോ കാണിച്ചതാ. അച്ചായ ലൗച്ചിനെ കാണിച്ചതാ. ഓണമില്ലേ അച്ചായന്റെ ഹൃദയം. അച്ചായനൊരു പ്രാത അയപ്പിച്ച ഇതേപോലെ ഇരിക്കും അച്ചായന് വേണ്ടിട്ട്. അച്ചായന്റെ ലൗച്ചീനം ഒരു മാസത്തെ വലുതൊക്കെ ഒരു മാസത്തെ വലുത് സെറ്റ് ആക്കിയപ്പോഴത്തേക്ക് ഒന്ന് മാറിപ്പോയതാ. കഴിഞ്ഞ നിർത്തിക്കൂടെ? കഴിഞ്ഞ എത്ര കഴിക്കല്ലേ കറിയെല്ലാം എടുത്തിട്ടോ ഒന്നിച്ച് കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഉപ്പ് കുറവാണോ? നീ എപ്പോഴും ഉപ്പ് കുറച്ചാണ് അത് കുഴപ്പമില്ല. കറുപ്പുണ്ടല്ലോ. ആ കറി ഉപ്പ് കുറവല്ലോ കറിക്ക് ഉപ്പുണ്ടല്ലോ. അവിടെ പോയിരിക്കാം. ബാക്കി ഇവിടുന്ന് ചൂടണോ അല്ലെങ്കിൽ കിച്ചണിൽ വിടണോ? ഇനി എത്ര ആക്കാണ്ട് ഇപ്പൊ ഇത്ര മതി. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ പ്ലേറ്റില് കറിയും ആ കുഴപ്പമില്ല എടുത്ത് മാറ്റിക്കോ. സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ. ഇത് മാത്രം പ്ലേറ്റിൽ ഇട്ടിട്ട് കറിയും കറി എടുത്തിട്ട് കഴിക്കണ്ടത് ടേസ്റ്റ് ചെയ്യണ്ടേ? കഴിക്ക്. എടാ നീ ടേസ്റ്റ് ചെയ്തോ? ഓക്കെ മമ്മൂന്റെ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. കുറച്ച് കോൺവെർസേഷൻ അതിനിടയ്ക്ക് വന്ന കാരണം കുറച്ച് ലേറ്റ് ആയി. എന്നാലും ആ ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കാൻ പോവാണ്. ബിസ്മില്ലാ ബീഫിന്റെ പീസ് എടുത്തിട്ട് അങ്ങോട്ട് മുകളിൽ വെക്കണം. കറിയിൽ അങ്ങോട്ട് മുക്കിയിട്ട് നോക്കട്ടെ. കുറച്ച് കുറവല്ലേ? ഇപ്പിടിച്ചിട്ട് കറി കൂടി പോയത് ഡൗട്ട്. എന്താ മേരിയത്? പൂരിയും ബീഫും ഉപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് അറിയോ? കറിക്കില്ലേ? ഒരു കുണ്ണക്ക് ഉപ്പില്ല ഇതില്. ഇല്ല ഉപ്പില്ല. ബീഫ് മറ്റേ റബ്ബർ പോലെ ഉള്ളില് ഇങ്ങനെ നിക്കുന്നത്. പേടിച്ചിട്ട് കുക്ക് ചെയ്തതാ? ക്യാമറ ഉള്ളോണ്ടാ? അല്ലെങ്കിൽ നേരത്തെ ഉച്ചക്ക് നല്ല ബീഫ് ഉച്ചക്കെ തന്നെ. പിന്നെന്താ റബ്ബർ പോലത്തെ പീസെല്ലാം നോക്ക്. അല്ലെ പീസിന്റെ കാര്യം എനിക്കറിയില്ല. ബീഫ് എവിടെ നിന്നാ മേടിച്ചത്? ബീഫ് മാർക്കറ്റാണ്. എവിടുന്ന്? മാർക്കറ്റില്ലേ? വെച്ചത് പറയാം. ലൊക്കേഷൻ സ്റ്റെപ്പ് ഡേഡ് തുപ്പിയാ ആടാ. അവിടെ ഞാൻ സ്റ്റെപ്പ് ഡേഡ് ആവൂലേ അങ്ങനെ വെച്ച് നോക്കുമ്പോ? ശരിയാടാ. അയ്യേ പോടാ. നമ്മളങ്ങനെ അത്രയും കൊണ്ട് ഉള്ളിലോട്ട് പോണില്ലല്ലോ. എന്തിന്റെ ഉള്ളിലോട്ട്? സ്റ്റെപ്പ് ഡാഡെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്കൊന്നും പോകണില്ലല്ലോ. കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ഫുഡ് ഞാൻ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 3 ഒന്നും പോരാ. 10-ലൊരു 6 ഞാൻ കൊടുക്കും. ഉച്ചക്ക് ഉച്ചക്ക് മൊത്തം 10 ഔട്ട് ഓഫ് 10 ആയിരിക്കും. അടുത്ത ആഴ്ച ഞാൻ കുക്ക് ചെയ്തു. എന്നാ പീസെല്ലാം കഴിഞ്ഞാ? ഇനി വെക്കാണ്ടാ? എപ്പോ വെക്കും? എന്തോരുണ്ട്? എന്തോരം മേടിക്കും? ആ കടയിൽ നീ എന്റെ പേര് പറഞ്ഞാണ് മാസം കുണ്ണ. എടാ ഉള്ള കാര്യം പറഞ്ഞാടാ. നീ പറഞ്ഞാണല്ലോ എന്റെ പേര് പറഞ്ഞത്. ബീഫ് ഒന്നില്ലെങ്കിൽ ബീഫ് കഴുത്തിന്റെ ഇറച്ചി മേടിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കൈയിന്റെ അകത്ത പീസ് മേടിക്കണം, വാരിയിൽ മേടിക്കണം. ഇത് ഞാൻ പറഞ്ഞാൽ മതി. നമുക്ക് നമ്മുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ സാധനം തന്നെ തരുന്നു. ഒന്നും പ്രത്യേകിച്ച് പറയണ്ട. അവിടെ പോയിട്ട് പറയാം സോജൻ വർഗീസ് ഏഞ്ചൽ. അപ്പൊ ഒരടിയായിരുന്നു ഒത്തിക്ക് ബാറിൽ കിട്ടും. ഇജ്ജ് പോയി പറഞ്ഞു നോക്കും മുത്തേ, അപ്പൊ അറിയാൻ പറ്റും.
നല്ല പവർ. ഓക്കെ നമുക്ക് ഇത്രയും കഴിച്ചാൽ മതി. കുഴപ്പമില്ല, കഴിച്ചോണ്ട് നിൽക്കുമ്പോ ഓക്കെ ആണ്. അല്ല അപ്പോൾ ഇറ്റ്സ് ഓക്കെ. ഞാനിന്ന് വീട്ടിൽ നിന്ന് ബീഫ് കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവം വിളിച്ചിരുന്നു. ഓ അച്ഛൻ്റെ അമ്മച്ചീന്റെ ബീഫ് മുത്തേ ഒരു രക്ഷയില്ല. നീ വാടാ, എപ്പോഴും നിന്നെ അന്ന് വിളിച്ചു. നീ വന്നോ? അച്ഛൻ്റെ വീട്ടിലുണ്ടോ? ആ വിളിച്ചു. ഇന്ന് സമയത്തായി 10 മണി. അമ്മച്ചി ഉറങ്ങിയിട്ടുണ്ടായോ? നാളെ പോവാം. നാളെ അച്ഛൻ്റെ വീട്ടിൽ. ഓക്കെ, നാളെ അച്ഛൻ്റെ വീട്ടില് നൈറ്റ്. ഓ ഡബിളൊക്കെ മട്ടനും ഉണ്ട്, ബീഫും ഉണ്ട്. റെസ്പെക്ട് കുക്ക്, റെസ്പെക്ട് വേണം. റെസ്പെക്ട് ഒന്നുമില്ലടാ, ഓണസ്റ്റ് റിവ്യൂ നമ്മൾ പറയണം. മനസ്സിലാ? നമ്മളിപ്പോ ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. കറക്റ്റ് റിവ്യൂ കൊടുത്താൽ എന്താ അറിയോ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മള് എന്നെ ഉച്ചക്ക് നല്ല ഡബ്ല്യൂ ആയിരുന്നു പറഞ്ഞത്. കാരണം ഉച്ചക്ക് അതിനനുസരിച്ച് ഞാൻ ഫുഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ രാത്രിക്ക് മുളക് കുറച്ച് അധികമായോണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു. അല്ല അത് ഒരു സീനാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന പാടാണ്. തിളപ്പിച്ച വെള്ളം ഒഴിക്കണം കുഞ്ഞെ. ഇനിയിപ്പോ കറിക്കകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോ പച്ചവെള്ളം ഒഴിക്കരുത്, നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോഴത്തേക്ക് ആ പ്രശ്നം ഉണ്ടാവത്തില്ല. കുക്കിനെ പഠിപ്പിക്കാൻ അച്ഛനായില്ല. എടാ നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവനായിരിക്കും ടോപ്പ് കുക്ക്. അവന്റെ സാഹചര്യം കൊണ്ട് കുക്കാകണത്, അല്ലാണ്ട് നമ്മളൊരു പ്രൊഫഷണൽ കുക്ക് ആകണതല്ല. അതൊക്കെ ശരിക്കും ഇതിപ്പോ എടുക്കാൻ പോവാ. ഒരിക്കലും നമ്മൾ കുറ്റം പറയണമല്ല, നന്നാക്കാൻ വേണ്ടിട്ട് പറയുക. എടാ അപ്പൊ ഞാൻ പോട്ടെ. എന്താ പരിപാടി? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറ. അല്ല ഇപ്പൊ പോകും.